ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് നമ്മുടെ പാർട്ടിലേക്ക് പോവുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് റിസ്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാലോ. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ മാനേജ് ചെയ്യും ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് ആ ഒരു അനലൈസേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ടൈപ്സ് ഓഫ് vulnerability and risk assessment and factors, population, disaster profile in India. ഡിസാസ്റ്റർ പ്രൊഫൈൽ ഇൻ ഇന്ത്യ, ഇതെല്ലാം എന്താണ്? നമ്മൾ ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയൊക്കെയാണ് പ്രിക്കോഷൻസ്, അതിലേക്ക് എന്തൊക്കെ നമ്മൾ നിവാരണം ചെയ്യും, ദുരന്ത നിവാരണത്തിന് വേണ്ടി എടുക്കുന്ന നടപടികൾ, പോളിസീസ്, അതിനുള്ള ഓർഗനൈസേഷൻസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ആൻഡ് ഡിസാസ്റ്റർ പ്രൊഫൈൽ ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ നമുക്കറിയാം കുറേ തരം ഡിസാസ്റ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഫ്ലഡിനെ പറ്റി, ഫ്ലഡ് ഏറ്റവും വലിയ നമുക്ക് ഇതിൽ പറയുന്ന ഫ്ലഡ് ഡിസാസ്റ്റർ. ഫ്ലഡ് ഒക്യൂസ് വാട്ടർ ഓവർഫ്ലോസ് ഇൻ ലാൻഡ്. വാട്ടർ ഓവർഫ്ലോസ് ടു ദി ലാൻഡ്. വാട്ടർ എങ്ങോട്ട് ഓവർഫ്ലോസ് ചെയ്യുന്നതാണ് ഫ്ലഡ്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് റിസ്ക്കാണ്. റിസ്ക് എടുക്കണമെങ്കിൽ എന്തിന് റിസ്ക് എടുക്കണം, എന്ത് സിറ്റുവേഷനാണ്. അതായത് ഇവിടെ പറയുന്നത് ഫ്ലഡാണ്. വെള്ളപ്പൊക്കം വരുമ്പോൾ റിസ്ക് എടുക്കണം. നമ്മൾ റിസ്ക് എടുക്കുക മീൻസ് എന്തായാലും ലോസാണ് അല്ലേ, എക്കണോമിക്കലി ലോസ്, പൈസ നഷ്ടപ്പെടും, ജീവനും അവർ വളർത്തു മൃഗങ്ങളെ നഷ്ടപ്പെടും, വീടിനുള്ളിലെ എല്ലാ സാമഗ്രികളും നഷ്ടപ്പെടും, വീടാകെ ഒലിച്ചു പോവും, വീടും സ്ഥലപ്പം ഒലിച്ചു പോവും, എല്ലാം നമുക്ക് നഷ്ടങ്ങൾ തന്നെയാണ്. എങ്കിലും ഇറ്റ് ഓവർഫ്ലോസ് ടു ദ ലാൻഡ് ആൻഡ് this can be happen in the multiple ways. Most common rivers of streams in the mountains, even unfortunately placed beaver dam can overview the river and spreading the adjacent. Moving water has awesome destructive power. അതായത് മൗണ്ടെയിൻ നിന്ന് വരുന്ന, ഉയരത്തിൽ നിന്ന് വരുന്ന നദികളെല്ലാം കൂടി കുളത്തിലേക്കും എല്ലാത്തിലും വന്നിട്ട് നദികൾ ഭയങ്കര മഴ പെയ്യുമ്പോൾ നദികൾ നിറഞ്ഞു കവിഞ്ഞ് ഓവർഫ്ലോ ആയി കരയെ വിഴുങ്ങുന്നതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. സാധാരണ നോർമൽ ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയ ഒന്നായിട്ട് വിഴുങ്ങുക ചെയ്യുക. അപ്പോൾ ഓവർഫ്ലോ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നശിച്ചു പോകുന്നു. പിന്നെ റിസ്ക് എടുക്കാതെ അവരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് റിസ്ക്, അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റാണ് അണ്ടർസ്റ്റാൻഡ് റിസ്ക്. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വാസസ്ഥലം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റിസ്ക്, അവരെ മനസ്സിലാക്കാനും അവരെ റീപ്രൊട്ടക്റ്റ് ചെയ്യാനും വീണ്ടും അങ്ങനെ ഒരു നമുക്കറിയാം. ഇതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എക്സാമ്പിൾ നമ്മുടെ വയനാട്ടിൽ ചൂരൽമല, മുണ്ടക്കയം ചൂരൽമല ഒഴുകിപ്പോയി, വീണ്ടും അവിടെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ റിസ്ക്കാണ്. നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്താണെങ്കിലും ഒരു ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും, ആ സ്കൂളൊക്കെ പാടെ ഒഴുകിപ്പോയി നമ്മൾ കണ്ടതാണ് ആ വാർത്തയിൽ. സ്കൂളൊക്കെ ആ ഒരു പുഴ ഒഴുകിപ്പോകുന്ന തൊട്ട സൈഡിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സ്കൂൾ മൊത്തം ഒഴുകിപ്പോയി. സ്കൂളിൽ കുറേ ബെഞ്ചും ഡെസ്കും അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും ഒഴുകിപ്പോയി. അപ്പോൾ സാമ്പത്തികമായി വളരെ നഷ്ടം വന്നു, ജനങ്ങളും മരിച്ചു. അപ്പോൾ ആ ഒരു ഏരിയ റീകൺസ്ട്രക്ട് എടുക്കുന്ന ഒരു റിസ്ക്. കാരണം അവിടെ വീട് മാത്രം പോരാ, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ തന്നെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ക്ലൈമറ്റ് റിലേറ്റഡ് എന്താണ് ഡിസാസ്റ്റർ? എക്സ്ട്രീം ടെമ്പറേച്ചർ. എന്താണ് എക്സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് കൂടുക. ദ ഹീറ്റ് വേവ് ഈസ് പ്രോണോസ്ഡ് പീരീഡ് ഓഫ് ഡെൻസിറ്റി ആൻഡ് ഹ്യൂമിഡ് വെതർ ഓഫ് റിലേറ്റീവ് നോർമൽ ക്ലൈമറ്റ് പാറ്റേൺസ് ഓഫ് സർട്ടൺ റീജിയൻ. ചില പ്രാദേശിക പ്രദേശങ്ങളിൽ എന്താണ് നോർമൽ ടെമ്പറേച്ചറിന് പകരം ഓവർ ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എന്താണ് പ്രശ്നം? താങ്ങാൻ നോർമൽ മനുഷ്യർക്ക് പറ്റാത്തൊരു സാഹചര്യം. അതും എന്താണ് ഒരു ഡിസാസ്റ്റർ പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, cold waves and winter storm and extreme winter condition. Cold waves can be both a prolonged period of excessive cold water and sudden invasion of very cold air over a large area. Along with frost, it can dominate agriculture and infrastructure and property. എന്താണ് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ഒഴുകി പോകുന്നു, അഗ്രികൾച്ചർ ലാൻഡ് മൊത്തം ഒഴുകി പോകുന്നു. ഇതെല്ലാം എന്ത് തന്നെയാണ് നമ്മുടെ ഫ്ലഡും
ഒക്കെ വരുമ്പോഴുള്ള അവസ്ഥ തന്നെയാണ് അല്ലേ. മെനി പ്ലാന്റ് ദെൻ അഗ്രികൾച്ചറൽ ഡ്രോട്ട് അക്കൗണ്ട്സ് ദ വാട്ടർ നീഡ്സ് ഓഫ് ക്രോപ്സ് ഡ്യൂറിങ് ദ സ്റ്റേജ് ഇൻ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട്സ് റെഫേഴ്സ് ടു പേഴ്സണലി ആൻഡ് സോഷ്യോ എക്കണോമിക് ഡ്രോട്ട്. അതായത് പലതരം ഡ്രോട്ട്, സോഷ്യോ എക്കണോമിക് ഡ്രോട്ട് ഒക്യൂസ് വെൻ ദ ഡിമാൻഡ് ഓഫ് വാട്ടർ എക്സീഡിങ് ദ സപ്ലൈ. വൈൽഡ് ഫയർ, എന്താണ് കാട്ടുതീ എന്ന് പറഞ്ഞാൽ? വൈൽഡ് ഫയർ ഈസ് എ ഫയർ ഇൻ ഏരിയ ഓഫ് vegetation that occurs the countryside in a rural area depending the type of vegetation where occurs, and grass fire, hill fire, peat fire, forest fire. പലതരം ഫയർ ഉണ്ട്, പലതരം തീപിടുത്തമുണ്ട്. ഗ്രാസ്, അതായത് പുല്ല് തമ്മിൽ, ഉണങ്ങിയ പുല്ല് തമ്മിൽ ഇങ്ങനെ ഉരസുമ്പോൾ അതെന്ത് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഫോറസ്റ്റ്, കാട്ടിൽ വലിയ മരങ്ങൾ തമ്മിൽ ഇങ്ങനെ ആടി ഉലയല്ലോ, നല്ല ഉണക്ക കമ്പുകൾ തമ്മിൽ ആടി ഉലയുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഹിൽ ഫയർ, അതായത് ഹിൽ എന്ന് പറഞ്ഞാൽ കുന്നിൻ ചെരുവിൽ നല്ല ഉണങ്ങിയ കുറേ മരങ്ങൾ ആടി അവർ തമ്മിൽ ഉരസി തീ പിടിക്കാൻ സാധ്യതയുണ്ട്. Then Earth is an instantly enable planet having the cover of carbon rich seasonally day climates and atmospheric oxygen. Okay. Biological disasters പറഞ്ഞാൽ എന്താണ്? Biological disasters, disease, epidemic. An epidemic is the rapid spread of infectious disease of a large number of people in given to population within a short period time. നമ്മുടെ പോപ്പുലേഷൻ ആ സമയത്ത് പോപ്പുലേഷൻ കൂടുന്ന സമയത്തൊക്കെ ഇങ്ങനെ എപ്പിഡമിക്കായിട്ട് എന്താ പറയുക, നമ്മുടെ പകർച്ചവ്യാധി കൂടുമ്പം ആളുകൾ മരിച്ചു പോകുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ പോപ്പുലേഷൻ കൂടുന്തോറും ഗവൺമെൻറ്റിന് ജനങ്ങളെ ഉൾക്കൊള്ളാനും അവർക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ദുരന്ത നിവാരണത്തിന്. ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസീസസ് എന്ന ആക്സിഡൻറ്റ്, എന്താണ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. എന്താണ് ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ്? വാഹന ഗതാഗതം പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ആൻസർ അല്ലേ. എന്ത് ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വാഹന ഗതാഗതം നടക്കുമ്പോൾ ട്രാൻസ്പോർട്ടിൽ എന്ത് ചെയ്യുന്നു? ഈ ആക്സിഡൻറ്റ്, വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പലരും മരിക്കുന്നു. ട്രെയിൻ ദുരന്തമൊക്കെ വരുന്നത് അതൊരു ഡിസാസ്റ്ററായി തന്നെ നമുക്ക് കണക്കാക്കാം. ഓക്കെ. നെക്സ്റ്റ്, ഡിസാസ്റ്റർ പ്രൊഫൈൽ ഇൻ ഇന്ത്യ. എന്താണ് ഡിസാസ്റ്റർ പ്രൊഫൈലിൽ പറയുന്നത്? ദ ഹിമാലയൻ റിലീജിയനെ പറ്റി പറയുന്നത് ഗംഗാറ്റിക് റിലീജിയൻ, ആർട്ടിഡ് ആൻഡ് സെമി ആറിഡ് റീജിയൻ, ഡെക്കാൻ പ്ലാറ്റ്യൂ, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ചാറ്റ്സ്, കോസ്റ്റൽ റീജിയനെ പറ്റി. അതായത് ഈ ഒരു പാഠഭാഗത്ത് ഡിസാസ്റ്റർ പ്രൊഫൈൽ ഇൻ ഇന്ത്യ എന്നുള്ള പ്രദേശത്ത് പറയും സുനാമി, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, ഹീറ്റ് വേവ്സ്, കൺക്ലൂഷൻ, ഗ്ലോസറി, റെഫറൻസ് ഒക്കെ ഇതിൽ പറയും. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്താണ് പറയുന്നത്? ഡിസ്കസ് ദ ഡിസാസ്റ്റർ ദാറ്റ് ഒക്യൂർ ഇൻ ഇന്ത്യ, ബേസ് ഇൻ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഈ ഒരു പാഠം, ഈ ഒരു ക്ലാസ് ഡിസാസ്റ്റർ പ്രൊഫൈൽ ഇൻ ഇന്ത്യ എന്നുള്ള പാഠം നമുക്ക് തീർക്കാനുള്ളത്. ഓക്കെ. ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് അലോങ് വേൾഡ് ഇസ് മോസ്റ്റ് ഡിസാസ്റ്റർ ഫ്രോൺ ഏരിയ. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഉപഭൂഖണ്ഡം എന്തിൻ്റെതാണ്? അധിക ഡിസാസ്റ്റർ സംഭവിക്കാവുന്നതാണ്. കാരണം ജോഗ്രഫിക്കലി ആൻഡ് ജിയോളജിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ മണ്ണ് നോക്കിയാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ ഇന്ത്യ നിൽക്കുന്ന സ്ഥലം ജോഗ്രഫിക്കൽ കണ്ടീഷൻ നോക്കുമ്പോഴും ഡിസാസ്റ്റർ കൂടുതൽ സംഭവിക്കാനുള്ള ഒരു കാരണം ഈ ഒരു ജോഗ്രഫിക്കൽ അറ്റ്മോസ്ഫിയർ ആവാം എന്നും പറയുന്നു. ഓക്കെ. ദ ഹിമാലയൻ റീജിയൻ എങ്ങനെയാണ്? പെർ ഹിന്ദു മിത്തോളജി ഹിമാലയാസ് ആർ ദ പ്ലേസ് ഓഫ് അബോർഡ് ഓഫ് ഗോഡ്സ് ആൻഡ് ദസ് എവറി ഇയർ തൗസൻഡ്സ് ഓഫ് പിലിഗ്രിം റിലിജിയൻലി വിസിറ്റ് ദ important sacred places of region. However, the young Himalayan mountain range on the north still shows always sign the neoter, the atmospheric precipitation constant the monsoon season. അതായത് ഹിമാലയ പർവ്വതം നമ്മൾ ഹിന്ദു കാസ്റ്റ് ഹിമാലയം എന്ന് പറയുന്ന പർവ്വതം ദൈവങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഹിന്ദു മതാചാര പ്രകാരം അവർ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഒരു എന്താ പറയുക ഏരിയയാണ് ഹിമാലയ സാനു അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തിലാണ് ഭഗവാനും ഭഗവാനൊക്കെ പോലുള്ള ദൈവങ്ങൾ കുടികൊള്ളുന്നത് എന്നാണ് ഹിന്ദു മതവിശ്വാസികളുടെ ഒരു വിശ്വാസം. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ തീർത്ഥാടനം പിലിഗ്രിംസിൻ്റെ
ഒരു വരവും കൂടുതലാണ്. ഹൈ അറ്റ്മോസ്ഫറിക്